ഹായ്, ഇന്ന് നമുക്കൊരു കുഞ്ഞൻ അതിഥിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയിലയാണേ. അത് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്തില്ല, ശരിക്കും നോക്കിയൊക്കെ എടുത്തില്ലെങ്കിൽ വെജിറ്റേറിയൻ്റെ കൂടെ നോൺ വെജും കൂടെ പോകട്ടോ. അതുകൊണ്ട് നോക്കി പ്രാണികളൊന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വൃത്തിയാക്കുകയാണ് കേട്ടോ. ഒരാൾ അവിടെ നിന്ന് വലിക്കുന്ന കണ്ടോ, മുത്തിൻ്റെ കുഞ്ഞിക്കൈ ഇടയ്ക്കിടയ്ക്ക് നീണ്ടു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലാക്കാം. കാഴ്ചയിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ ഇവൻ ഷൂന്ന് ബലൂണിൻ്റെ കാറ്റ് പോലെയാവും, പോകുന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുക്, പച്ചമുളകും ചെറിയ ഉള്ളിയിൽ അത് എന്ത് തോരൻ വയ്ക്കാൻ. അപ്പോൾ പച്ചമുളകും ചെറിയ ഉള്ളി ഇടാം. കടുക് പൊട്ടിച്ച് പച്ചമുളകും ചെറിയ ഉള്ളി ഇട്ടു കേട്ടോ. അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഇടുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ല തൃശ്ശൂർ പൂരത്തിൻ്റെ ഒച്ചയായിരിക്കും. കാരണം പച്ചമുളകല്ലേ. എന്ന് പച്ചമുളക് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഇടുന്നോ അന്നൊക്കെ എൻ്റെ മേത്ത് തെറിക്കലുണ്ട് കേട്ടോ. അതിൻ്റെ മുളകിൻ്റെ അരി തീ കുറച്ച് വെച്ചാലും അതെ. അപ്പോൾ നമുക്ക് ഇതിട്ടൊന്ന് വഴറ്റിയിട്ട്, ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. കാഴ്ചയിൽ കുഞ്ഞനാണെങ്കിലും ഗുണത്തിൽ നല്ല വമ്പനാണ്. കടുപ്പത്തിൽ മാസത്തിൽ ഒരു മുഴുവൻ ദേഷ്യവും കടുപ്പവും ഉള്ളവനുമാണ്. അപ്പം കറി റെഡിയാകട്ടെ. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും, ആദ്യമൊക്കെ എനിക്ക് മുരിങ്ങയില, ചീര അങ്ങനെയുള്ളതൊക്കെ വയ്ക്കുമ്പോൾ ആദ്യം എന്ത് ഇലക്കറികൾ വെച്ചാലും എനിക്ക് കറിക്ക് ഉപ്പ് കൂടി പോകുമായിരുന്നു കേട്ടോ. കാരണം ഇല ഇട്ട് കഴിയുമ്പോൾ അധികം ഉണ്ടാവുമല്ലോ, കുറച്ച് കഴിയുമ്പോൾ അത് ചുരുങ്ങി പോകുമല്ലോ. ആദ്യം തന്നെ കുറേ ഉപ്പങ്ങ് വാരിയിടും. ഉപ്പ് കുറവായിരുന്നു കേട്ടോ എനിക്ക്, ഉപ്പ് കൂടി പോകുമായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ആയപ്പം ശരിയായിട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്ന് വാടി കഴിഞ്ഞിട്ട് മാത്രമേ ഉപ്പ് ഇടുകയുള്ളൂ. ഇപ്പം അത് ശീലമായിട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വയ്ക്കാം. നിങ്ങൾക്ക് മുരിങ്ങയില ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ, ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ഞങ്ങളിങ്ങനെയാണ്. ഇതിൻ്റെ കൂടെ മുട്ട ചിക്കി ഇടുന്നത് നല്ലതാണ്. പാൽ കൊടുക്കുന്ന പിള്ളേർക്ക് പാൽ കൊടുക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ പാലുണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പിട്ടേക്കാം. ഞാനിപ്പുറത്തെ ഇഡ്ഡലി പാത്രം വെച്ചിരിക്കുന്നത് രാത്രിയിൽ ഇഡ്ഡലി ഉണ്ടാക്കാനല്ല കേട്ടോ. മുത്തിന് ഉച്ചയ്ക്കത്തേക്ക് വെച്ച ചോറാണെങ്കിലും ഇച്ചിരി ചൂട് വേണം. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കാനും കൂടെ വെച്ചതാണ് ചോറ്. വെള്ളമൊന്നും ഒഴിച്ച് ചൂടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ അവൾക്ക് മാത്രമുള്ള ചോറ് എടുത്തിട്ട് ചൂടാക്കുന്നതാണ് കേട്ടോ. ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. 2 പാത്രത്തിൽ തേങ്ങ തട്ടുന്ന കണ്ടിട്ട് ആരുടെയും കണ്ണ് തള്ളണ്ട. തേങ്ങയ്ക്ക് ഇത്രയും വിലയുള്ളപ്പം തേങ്ങ തട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇത് കുറച്ച് ഫ്രിഡ്ജിലിരുന്നുണ്ടായിരുന്നു, പിന്നെ ഇപ്പം ചിരണ്ടി എടുത്തതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അധികം ഇങ്ങനെ തേങ്ങ വേകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, പച്ചയും വെള്ളയും നല്ലൊരു കോമ്പിനേഷനല്ലേ. ഡ്രസ്സ് എടുത്താൽ പോലും ഈ കളറാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ചീരയൊക്കെ ആണെങ്കിൽ ഇതുപോലെ കട്ട കുത്തില്ല കേട്ടോ. മുരിങ്ങയില നമ്മൾ അരിയുന്നില്ലല്ലോ. മുരിങ്ങയില നമ്മൾ അടർത്തി എടുക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ ഇലകളെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ ഇരിക്കും. ഉപ്പ് നോക്കട്ടെ. എല്ലാ പ്രാവശ്യവും ഉപ്പ് കൂടിപ്പോകുന്ന കാരണം കുറച്ച് ഉപ്പേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉപ്പ് കുറവാണ്, കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സദ്യ റെഡിയായി. ഇതാണ് ഇന്ന് നമ്മുടെ അത്താഴത്തിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും കമൻറ്റ് ഇടില്ല. എഴുതാനും വായിക്കാനൊന്നും അറിയില്ലാത്തതുകൊണ്ടാണോ എന്തോ. എന്തായാലും ഒരു ഡിക്ഷണറി വാങ്ങിക്കുക, കമൻറ്റ് ഇടാനെങ്കിലും. അപ്പോൾ നോക്ക്, നിങ്ങളിങ്ങനെ കറി വെച്ച് നോക്കിട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ കറി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ. പിന്നെ ഈ